മാർച്ച് 8 ലോക വനിതാ ദിനം. ഇന്നേ ദിവസം നമുക്ക് ബൈബിളിൽ യേശുവിനോടൊപ്പം സഞ്ചരിച്ച വനിതകളോടൊപ്പം നമുക്ക് കാൽവരി വരെ പോകാം. കാനായിൽ അമ്മയുടെ വാക്കുകേട്ട് വെള്ളം വീഞ്ഞാക്കിയ അമ്മയുടെ പ്രിയപുത്രൻ യേശു. കർത്താവായ യേശു കണ്ടുമുട്ടുന്ന സ്ത്രീകളെ നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. ലൂക്ക 4:38. യേശു പത്രോസിന്റെ ഭവനത്തിൽ. അവൻ സിനഗോഗിൽ നിന്നും എഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി. ശിമയോന്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. പനി വിട്ടുമാറി. യോഹന്നാൻ 4:7. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ലൂക്ക 7. നായനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു. മാർക്കോസ് 7:26. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തന്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. ലൂക്ക 7:37. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. യോഹന്നാൻ 8:3. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. 11-ാം വാക്യം. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ലൂക്ക 8. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാനയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവനോടൊപ്പം ഉണ്ടായിരുന്നു. ലൂക്ക 8:40-56 വരെയുള്ള വാക്യങ്ങൾ രക്തസ്രാവക്കാരി സുഖം പ്രാപിക്കുന്നതും ജെറോസിന്റെ മകളെ പുനർജീവിപ്പിക്കുന്നതും കാണുന്നു. ലൂക്ക 10:38. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. ലൂക്ക 13:11. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. ലൂക്ക 21:2. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നത് അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇട്ടിരിക്കുന്നു. ലൂക്ക 23:26. യേശുവിനെ കുരിശിൽ തറയ്ക്കുവാനായി കൊണ്ടുപോകുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന്റെ പിന്നാലെ പോയിരുന്നു. ഭക്തിയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവൾ ഭക്തിപൂർവ്വം തന്റെ തുവാലയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. മത്തായി 27:55. യേശുവിന്റെ മരണം. ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവനെ ശുശ്രൂഷ ചെയ്തിരുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിന്നിരുന്നു. അക്കൂട്ടത്തിൽ മഗ്ദലന മറിയവും യാക്കോബിന്റെയും ജോസഫിന്റെയും അമ്മയായ മറിയവും സബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. നാം കണ്ടുമുട്ടിയ ഇവരോടൊപ്പം നമുക്ക് യേശുവിന്റെ കുരിശിൻ ചൂട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഓ ആരാധനായ ദൈവമേ, രക്ഷകനായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ. വിശുദ്ധ കുരിശേ, ഞങ്ങളുടെ സത്യപ്രകാശമായിരിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, ഞങ്ങളുടെ ആത്മാവിനെ സത്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് നിത്യജീവൻ നൽകണമേ. ഓ ക്രൂശിതനായ നസ്രായൽക്കാരൻ യേശുവേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ.